back to Max at 360 degree with Sonia. So, we have chapter 5, plus 2 Max Lab, chapter 5, continuity and differentiability sure questions. This year, 2024 March public exam sure questions we discuss ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 4 questions already നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മീൻസ് ഈ ഒരു പാർട്ട് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ആദ്യത്തെ പാർട്ട് കാണുക. അത് കഴിഞ്ഞിട്ട് ഈ പാർട്ട് കാണുക. അപ്പം നമുക്ക് തുടങ്ങാം. അതുപോലെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ആവശ്യമുള്ള കാര്യമാണ്. സോ നിങ്ങളത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട്. കണ്ടൻറ്റ് മീൻസ് അതിലുള്ള എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഡെഫിനേഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പം അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സോ നമ്മൾ ഓൾറെഡി 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പാർട്ടിൽ. സോ ഈ ഒരു പാർട്ടിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 if x less than 0 and minus x plus 2 if x greater than 0. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡൊമെയിൻ എവിടെയാണ്? എല്ലാ നെഗറ്റീവ് നമ്പേഴ്സിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. പക്ഷേ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമുക്കിവിടെ എന്തായിട്ട് എടുക്കാം? മീൻസ് എല്ലാ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സെറ്റിൻ്റെയും അതുപോലെ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സെറ്റിൻ്റെയും യൂണിയനായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഡൊമൈനെ കൺസിഡർ ചെയ്യാം. അല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മീൻസ് നമ്മൾ 2 കേസായിട്ട് എഴുതിയാൽ മതി. ഇഫ് എക്സ് ലെസ് ദാൻ 0, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ എന്ത് ചെക്ക് ചെയ്യുക? ഇഫ് നമ്മൾ ആദ്യം എടുക്കുകയാണ്, കേസ് 1 ചെയ്യാണ്. കേസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ 0 അല്ലേ? എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങനെയാണ് വന്നേക്കുന്നത്? എക്സ് പ്ലസ് 2. സോ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഞാനൊരു സി എടുക്കുകയാണ്. സി സച്ച് ദാറ്റ് സി ഷുഡ് ബി ലെസ് ദാൻ 0. മീൻസ് 0-നേക്കാളും ചെറുതായിട്ടുള്ള ഒരു സി എടുത്തു. സോ സി ലെസ് ദാൻ 0 ആയതുകൊണ്ട് ഫംഗ്ഷൻ വാല്യൂ എന്താണ്? എക്സ് പ്ലസ് 2 ആണ് അല്ലേ? സോ നമുക്ക് എഫ് ഓഫ് സി എന്തായിട്ട് എടുക്കാം? എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു സി പ്ലസ് 2 എന്ന് എടുക്കാം. ഇനി അടുത്തത് എന്താ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്താന്ന് ചെക്ക് ചെയ്യണം അല്ലേ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓൾറെഡി എവിടെയാണ്? ലെസ് ദാൻ 0 ആണ് അല്ലേ? എക്സ് സിയിലേക്ക് പോകുമ്പം ഫംഗ്ഷൻ്റെ വാല്യൂ ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എക്സ് പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സി പ്ലസ് 2 എന്ന് തന്നെ കിട്ടും. സി പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? സി പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് സി തന്നെയാണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? എഫ് ഓഫ് സി എന്ന് കിട്ടി. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഓർ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. f of x is continuous at അല്ലെങ്കിൽ for all x less than 0. ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം? എക്സ് ഗ്രേറ്റർ ദാൻ 0യിലും പ്രൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ അത് പ്രൂവ് ചെയ്യുന്നില്ല, അത് നിങ്ങളിപ്പോൾ പ്ലസ് 2 എക്സാം എഴുതാനായിട്ട് തയ്യാറായിട്ട് ഈ ക്ലാസ് കാണുന്ന കുട്ടികൾ എന്ത് ചെയ്യുക? കേസ് 2 ആയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ഇതെങ്ങനെ വരും? മൈനസ് സി പ്ലസ് 2 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷൻ മീൻസ് ഏറ്റവും ലാസ്റ്റ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. ഇനി നമുക്ക് വേറൊരു കാര്യം ഇവിടെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ക്വസ്റ്റ്യനിലില്ല എന്നാൽ പോലും നമുക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു 0 വരുമ്പോൾ മീൻസ് എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ എന്താ സംഭവിക്കുക? എക്സ് ഈക്വൽ ടു 0 വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0ൻ്റെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും വരുന്ന ഫംഗ്ഷൻ വാല്യൂസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുകയാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നത് അല്ലേ? അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന ലിമിറ്റ് എന്താ? 0ൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന ലിമിറ്റ് ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് റൈറ്റ് സൈഡ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെടുക്കാം? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ മൈനസ് എക്സ് പ്ലസ് 2 ആയിട്ട് എടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസ് എക്സ് പ്ലസ് 2. എക്സ് സിയിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താവും? മൈനസ് സി പ്ലസ് 2 ആവും. ഇനി അടുത്തത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി
ഇതെന്താ സി മൈനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ സീറോയിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരണം. ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇത് എന്ത് എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, സി പ്ലസ് 2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഈക്വൽ അല്ല. കാരണം എന്താ, ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ലാതായിട്ട് നമുക്ക് പറയാം. സോ നമുക്ക് എന്ത് പറയാം, ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അത് ചോദിച്ചിട്ടില്ല, നമുക്ക് ഡൊമൈനിൽ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടില്ല, എങ്കിൽ പോലും ഞാൻ അഡീഷണൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ്. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ മീൻസ് ഈ ഒരു മോഡുലസ് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. സോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ്. അപ്പോൾ ആദ്യം നമുക്ക് എന്തറിയണം, ഈ മോഡ് എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നറിയണം. മോഡ് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക, മോഡ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ ഒരു മൈനസ് നെഗറ്റീവ് വാല്യൂ വരും, അതുപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ പോസിറ്റീവ് വാല്യൂ വരും. സോ മോഡ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് ആദ്യം പഠിച്ചു വെക്കണം. സോ മോഡ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ഈഫ് എക്സ് ലെസ് ദാൻ 0. ഇനി എക്സ് ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് മോഡ് എക്സിൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ ഇതറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏത് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്, 0 എന്ന് പറയുന്ന പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് നോക്കണം, 0 എന്ന് മീൻസ് എക്സ് ലെസ് 3 കേസായിട്ട് ഇവിടെ നമുക്ക് പറയാം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത രീതിയിൽ മീൻസ് കേസ് 1 കേസ് 2 കേസ് 3 ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ കേസ് 1 എന്ത് കൺസിഡർ ചെയ്യുന്നു, കേസ് 1 ഈഫ് എക്സ് ലെസ് ദാൻ 0. എക്സ് ലെസ് ദാൻ 0 വന്നു കഴിഞ്ഞാൽ എന്താ ഫംഗ്ഷൻ്റെ വാല്യൂ, മൈനസ് എക്സ് ആണ് അല്ലേ. അപ്പം നമുക്ക് എഫ് ഓഫ് എക്സ് എന്ത് എഴുതാം, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ്. എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ മോഡുലസ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്നതാണ് മൈനസ് എക്സ് ആണ് അല്ലേ. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ആണ്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, മീൻസ് ഒരു അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സി എന്ന് പറയുന്നത് സി ലെസ് ദാൻ 0 എടുത്തു എന്ന് വിചാരിക്കുക. സോ എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു എന്ത് വരും, മൈനസ് സി വരും. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് നോക്കുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ അല്ലേ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്നതാണ് മൈനസ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സി. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയുടെ വാല്യൂവും സെയിം ആണ്. ദെയർഫോർ മോഡുലസ് ഓഫ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് ലെസ് ദാൻ 0. കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് ലെസ് ദാൻ 0. അടുത്തത് നമ്മൾ കേസ് 2 ഇതുപോലെ തന്നെ കൺസിഡർ ചെയ്യുന്നു. കേസ് 2 എന്താ എടുക്കുന്നത്, എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ ഇതുപോലെ തന്നെ ഈ ചെയ്ത രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്, നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കുക. സോ എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ ഇതുപോലെ തന്നെ ചെയ്തു പോയാൽ എഫ് ഓഫ് സി എന്താ കിട്ടുന്നത്, സി ആണ് കിട്ടുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഏതെടുക്കണം, സി എടുക്കുക, എക്സ് എടുക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സി എന്ന് കിട്ടും. ദെയർഫോർ നമുക്ക് ഇവിടെ എന്ത് പറയാം, കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 0യും. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ മോഡ് എക്സിൻ്റെ കണ്ടിന്യൂറ്റിയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ 0 എന്ന് പറയുന്ന പോയിന്റിനെ വെച്ചിട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. മീൻസ് 0യുടെ റൈറ്റ് സൈഡിൽ നിന്നും ഫംഗ്ഷൻ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ നിന്നും ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. 0ൻ്റെ റൈറ്റ് സൈഡാണ് 0 പ്ലസ് എന്ന് നമ്മൾ എഴുതുക, 0ൻ്റെ ലെഫ്റ്റ് സൈഡാണ് 0 മൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അല്ലാതെ നമ്പർ ലൈനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ എന്ത് പറയാം, എക്സ് ഗ്രേറ്റർ ദാൻ 0, ഇതെന്താണ് എക്സ് ലെസ് ദാൻ 0. അപ്പം എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എങ്ങനെ വരണം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താവണം, ആ 0 എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂ ആവണം, എഫ് ഓഫ് 0 ആവണം അല്ലേ. സോ നമുക്ക് ആദ്യം ഓരോന്നും ചെക്ക് ചെയ്യണം. സോ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താ, എഫ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് 0, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 0 എന്ത് തന്നെയാണ് 0 അല്ലേ. സോ അടുത്തത് നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നു, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് മീൻസ് 0 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്നതാണ്
ഏതാണ് എക്സ് ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ്, ദാറ്റ് ഈസ് എക്സ് 0യിലേക്ക് പോകുമ്പോൾ ഇതെന്തായി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് 0 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 0. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എക്സ്, എക്സ് 0യിലേക്ക് പോകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താണ് 0. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂം എഫ് ഓഫ് 0ൻ്റെ വാല്യൂം 0 കിട്ടി. ദാറ്റ് മീൻസ് മോഡുലസ് ഫംഗ്ഷൻ മോഡ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ട്, ഫോർ ഓൾ എക്സ് ലെസ് ദാൻ 0യും ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 0യും എക്സ് ഈക്വൽ ടു 0. That means function modulus function is continuous for all real numbers എന്ന് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ ചെയ്തത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഫോർ വാട്ട് വാല്യൂ ഓഫ് ലാംഡ is the function defined by f of x is equal to lambda into x square minus 2x if x less than or equal to 0, 4x plus 1 if x greater than 0, continuous at x equal to 0. അതുപോലെ what about continuity at x equal to 1. അപ്പം രണ്ട് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. എക്സാമിന് എന്തായാലും ഒന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് എക്സ് ഈക്വൽ ടു 0യിലേ ചോദിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1യിലേ ചോദിക്കത്തുള്ളൂ. എങ്കിൽ പോലും രണ്ടും ചെയ്യാൻ അറിയണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ഏത് പോയിന്റിനെ കൺസിഡർ ചെയ്തിട്ടാണ് മീൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, 0 എന്ന് പറയുന്ന പോയിന്റിനെ കൺസിഡർ ചെയ്തിട്ട് അല്ലേ. അപ്പം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ വേറെ ഒരെണ്ണം തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് ലാംഡയുടെ വാല്യൂ ആണ് അല്ലേ. സച്ച് ദാറ്റ് ഈ ഒരു ഫംഗ്ഷൻ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആവണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ 0 എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷനും ഉണ്ട് റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷനും ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ലിമിറ്റ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അത് 0 എഫ് ഓഫ് 0യുടെ വാല്യൂവിനോട് ഈക്വലും ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഏതൊക്കെ നോക്കണം, എഫ് ഓഫ് മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം, എഫ് ഓഫ് 0 ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് എന്താണ്, ലാംഡ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു 0 സ്ക്വയർ മൈനസ് 0, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ് 0 ആണ്. അപ്പോൾ എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ആണ്. ഇനി നമുക്ക് ഇത് രണ്ടും ഇതിനോട് ഈക്വൽ ആവുന്ന രീതിയിൽ ലാംഡയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ നിങ്ങൾ 0 പ്ലസ് 0 മൈനസ് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. 0യുടെ റൈറ്റ് സൈഡിലേക്കുള്ളത് 0 പ്ലസും ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് 0 മൈനസും. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഗ്രേറ്റർ ദാൻ 0, ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ലെസ് ദാൻ 0 അല്ലേ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെ എഴുതാം, എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്നതാണ് 4x പ്ലസ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 4x പ്ലസ് 1. സോ എക്സിന് 0 കൊടുക്കുമ്പോൾ വാല്യൂ എന്ത് വരും, 1 വരും. ഇവിടെ തന്നെ നമുക്ക് എന്ത് പറയാം, എക്സ് ഈക്വൽ ടു 0യിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കിട്ടുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം സച്ച് ദാറ്റ് ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 അല്ലേ. സോ നമ്മൾ എന്ത് നോക്കുന്നു, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് നോക്കുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അത് എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ അല്ലേ. അപ്പം ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ, ലാംഡ into x square minus 2x. So limit x tends to 0 lambda into x square minus 2x. ഇത് നമുക്ക് എന്ത് തന്നെയാ, എക്സിന് 0 കൊടുക്കുമ്പം ലാംഡയായിട്ട് കിട്ടുന്നില്ല, ഈക്വൽ ടു 0യാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ലാംഡയ്ക്ക് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവത്തില്ല. സോ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്, for any value of lambda. ഇതാണ്
ഈ ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്തത് നമുക്ക് കണ്ടിന്യൂറ്റി ആയിട്ട് എക്സ് ഈക്വൽ ടു 1 ചെക്ക് ചെയ്യണം അല്ലേ. അപ്പം എക്സ് ഈക്വൽ ടു 1 ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1 എവിടെയാണ് കിടക്കുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ 0യിലാണ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റ് കിടക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഈ ഒരു ലാംഡയുടെ മീൻസ് ലാംഡ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പാർട്ട് മീൻസ് 2 പാർട്ടായിട്ടാണ് ഫംഗ്ഷൻ തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ലാംഡ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പാർട്ട് പോലും എവിടെയില്ല? എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിലില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലാംഡയ്ക്ക് ഏത് വാല്യൂ കൊടുത്താലും കുഴപ്പമില്ല, ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പം ലാംഡയ്ക്ക് ഫോർ എനി വാല്യൂ ഓഫ് ലാംഡ f of x is continuous at x equal to 1. സോ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുക. ഇനി ഇതുപോലെ തന്നെ ഇതേ സിമിലർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് a and b such that the function f of x is equal to 5 if x less than or equal to 2, ax plus b if 2 less than x less than 10 and 21 if x greater than or equal to 10 is a continuous function. അപ്പോൾ നമുക്ക് ഈ ഒരു ഡൊമൈൻ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? മീൻസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 തൊട്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർവെൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ക്ലോസ്ഡ് ഇൻ്റർവെൽ 2-10 എന്ന് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ 2-10 തന്നെ 3 രീതിയിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എയുടെയും ബിയുടെയും വാല്യൂ സച്ച് ദാറ്റ് ഇതെന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ക്ലോസ്ഡ് ഇൻ്റർവെൽ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ തീർച്ചയായിട്ടും അതെടുത്ത് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിരിക്കണമെങ്കിൽ ഈ 2 എന്ന് പറയുന്ന പോയിന്റ് 10 എന്ന് പറയുന്ന പോയിന്റിലും എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ 2ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈ ഒരു റൈറ്റ് ഹാൻഡ് ലിമിറ്റും അതുപോലെ 10ന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. സോ നമ്മൾ അങ്ങനെയുള്ള എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റിൻ്റെ കാര്യം നോക്കാം. അപ്പം എക്സ് ഈക്വൽ ടു 2 നോക്കാനായിട്ട് 2 എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ്. സോ 2 എൻ്റെ റൈറ്റ് വരുന്നത് 2 പ്ലസും 2ന്റെ ലെഫ്റ്റ് വരുന്നത് 2 മൈനസ്. മീൻസ് 2 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 2. അതുപോലെ 2 മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ലെസ് ദാൻ 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം എഫ് ഓഫ് 2ന്റെ വാല്യൂ ചെക്ക് ചെയ്യുന്നു. എഫ് ഓഫ് 2 എന്താ? എഫ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 2 ആവുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ തന്നിരിക്കുന്നത്? എക്സ് ഈക്വൽ ടു 2 ആവുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് 5 ആണ്. സോ എഫ് ഓഫ് 2 ഈക്വൽ ടു എന്താണ്? 5 ആണ്. ഇനി നമുക്ക് എന്ത് നോക്കണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. 2 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 2 വരുമ്പോൾ അല്ലേ. എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഈ ഒരു ഏരിയയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? എ എക്സ് പ്ലസ് ബി. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എ എക്സ് പ്ലസ് ബി എന്ന് പറയുമ്പം എ എക്സ് പ്ലസ് ബി എന്ന് എഴുതി. ദാറ്റ് ഈസ് എക്സ് 2ലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്? 2a പ്ലസ് ബി അല്ലേ. ഇനി അടുത്തത് നമ്മൾ എന്ത് നോക്കുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. 2 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 2 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? 5 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 5 അല്ലേ. 5 കോൺസ്റ്റൻ്റ് ആണ്. സോ ലിമിറ്റ് എക്സ് 2ലേക്ക് പോയാൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 5 ആണ്. സോ നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആയെങ്കിൽ മാത്രമേ എക്സ് ഈക്വൽ ടു 2 ഇത് മീൻസ് 5 ഇത് രണ്ടും 5 ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഈ 2a പ്ലസ് ബിയും ഈ 5നോട് ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? എക്സ് ഈക്വൽ ടു 2ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതി. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ കേട്ടോ. 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ഈക്വൽ ടു 10ൻ്റെയും ചെക്ക് ചെയ്യുന്നു. എഫ് ഓഫ് 10 എന്ത് വരും? എഫ് ഓഫ് 10 ഈക്വൽ ടു എന്താണ്? 21 ആണ്. കാരണം എക്സ് ഈക്വൽ ടു 10 ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 21. സോ എഫ് ഓഫ് 10 ഈസ് ഈക്വൽ ടു 21. ഇനി ഇത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ്.
10 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇവിടെ 10 ആണെങ്കിൽ 10 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 10 വരുമ്പോഴാണ് 10 പ്ലസ് എന്നുള്ളത് അല്ലേ? സോ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 എ എക്സ് പ്ലസ് ബി. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 10 സോറി എ എക്സ് പ്ലസ് ബി അല്ല, എക്സ് ഗ്രേറ്റർ ദാൻ 10 വരുമ്പോൾ എവിടെയാണ്? 21 അല്ലേ? ഫംഗ്ഷൻ്റെ വാല്യൂ 21. സോ ദിസ് ഈസ് ഈക്വൽ ടു 21 എന്ന് കിട്ടി. അടുത്തത് ഏതാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ്. 10 മൈനസ് എന്ന് പറഞ്ഞാൽ ഏതാ? ഇവിടെ അല്ലേ? ഈ 10ൻ്റെ ഇതാണ് 10 മൈനസ്, ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ 10. സോ എക്സ് ലെസ് ദാൻ 10 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? എ എക്സ് പ്ലസ് ബി അല്ലേ? സോ എക്സ് ടെൻസ് ടു 10 എ എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എക്സിന് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10a പ്ലസ് ബി എന്ന് കിട്ടും. ഇനി ഇത് ഏതിനോട് ഈക്വൽ ആവണം? 21നോട് ഈക്വൽ ആവണം. സോ 10a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 21 എന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5ഉം 10a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 21ഉം കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. അപ്പം 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5 ഫസ്റ്റ് ഇക്വേഷനെ നമുക്ക് ഒന്നെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഇവർ നേരെ മൈനസ് ചെയ്താൽ മതി. എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് ബി ക്യാൻസൽ ആവും അല്ലേ? ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന്. അപ്പോൾ എന്ത് ചെയ്യുക? സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ അങ്ങ് മൈനസ് ചെയ്യുക. രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്താ? 10a മൈനസ് 2a എത്രയാണ്? 8a. 8a b മൈനസ് b 0. 8a ഈസ് ഈക്വൽ ടു 21 മൈനസ് 5 എത്രയാണ്? 16. സോ ദാറ്റ് ഇംപ്ലൈസ് a ഈസ് ഈക്വൽ ടു 16/8 ഈക്വൽ ടു 2. സോ a ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2 കിട്ടി. ഇനി അടുത്തത് ഏതാ? ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ ഏതെങ്കിലും ഒന്നാമത്തെയോ രണ്ടാമത്തെ ഇക്വേഷനിൽ എ ഈസ് ഈക്വൽ ടു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 4 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ബി ഈസ് ഈക്വൽ ടു 5 മൈനസ് 4 1 കിട്ടും. സോ എ ഈസ് ഈക്വൽ ടു 2ഉം ബി ഈസ് ഈക്വൽ ടു 1ഉം ആയെങ്കിൽ മാത്രമേ ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്താവത്തുള്ളൂ? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവത്തുള്ളൂ.